സാറേ, നമ്മൾ ഇന്നലെ യുദ്ധത്തെപ്പറ്റി അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ സംയുക്തമായിട്ട് ഇറാനെ ആക്രമിച്ച് ചർച്ച ചെയ്തതാണ്. അപ്പം ഇപ്പം നമ്മൾ പഠിക്കുമ്പം ശരിക്കും നമ്മൾ പറയത്തില്ലേ, നമ്മൾ വരുത്തി വെച്ച വീന എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഇനി സംസാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇറാൻ തന്നെയാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ള രീതിയിലേക്ക് പല പക്ഷമുണ്ട്. എന്നാലും നമ്മൾ അതിനകത്ത് വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ വരും. കാരണം ഷാ ഭരണകൂടത്തിൻ്റെ കാലത്ത് 70കളിൽ NPT അല്ലേ കരാർ ഒപ്പിട്ടിരുന്ന രാജ്യമാണ് ഇറാൻ. അപ്പോൾ ആ കരാർ അനുസരിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം വൈദ്യുതിക്ക് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമമുണ്ട്. അത് ഒരുപക്ഷെ റെസ്യൂം ചേഞ്ചിന് ശേഷം പോലും അതിനകത്ത് മാറ്റം വരുത്തിയിട്ടില്ല. വേണമെങ്കിൽ മാറ്റം വരുത്താം. അങ്ങനെ മാറ്റം വരുത്തിയിട്ടുള്ള രാജ്യമാണ് ഈ ഉത്തര കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യം. പക്ഷേ അതിനകത്ത് പിന്നെ ബാനുകൾ വരും, സഹായങ്ങളൊന്നും ലോകത്തിന് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതവർ മാറ്റം വരുത്താതെ തന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരണം 5% മാത്രം ഉണ്ടാവേണ്ട ഒരു രാജ്യത്ത് പോട്ടെ, അത് 20% വരെ വൈദ്യുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ഇപ്പം അന്താരാഷ്ട്ര ആറ്റോമിക് റിസർച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ പരിശോധിക്കുന്ന ആൾക്കാർ പറഞ്ഞേക്കുന്നത് 60% മേളിൽ പോയി യുറേനിയം സമ്പുഷ്ടീകരണം, അതായത് ആണവായുധം ഉണ്ടാക്കുന്ന തലത്തിലേക്ക് ഒരു രാജ്യം ആയിരിക്കുന്നു. ഇത് 90% വരെ എന്ന് പറയും. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട നദാൻസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളൊന്നും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നില്ല. ആയുധം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും അന്താരാഷ്ട്ര അല്ലെങ്കിൽ പരിശോധന അനുവദിക്കുന്നേയില്ല. അപ്പം മാത്രവുമല്ല, ഇത്തരത്തിലുള്ളൊരു രാജ്യം, അതായത് ആണവായുധം ഉള്ള രാജ്യം, ആണവായുധം ഈ കരാറിന് മുമ്പ് ആണവായുധമുള്ള രാജ്യമാണ് റഷ്യ, അമേരിക്ക അല്ലെങ്കിൽ ഈ മറ്റു പല രാജ്യം. അവർക്ക് അതിനകത്ത് ബാധകമല്ല. അതിനുശേഷം ഇത് ഒപ്പിട്ടിട്ടുള്ള രാജ്യം ഈ രീതിയിൽ പരിപാലിക്കേണ്ടതായിട്ടുള്ളൂ. നമ്മുടെ രാജ്യമൊന്നും ഒപ്പിട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരു രാജ്യത്തെ ആക്രമിക്കുമെന്ന് പറയുന്നില്ല. ഇസ്രായേലിൻ്റെ കയ്യിൽ 68 അല്ലെങ്കിൽ ഈ കരാർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആണവായുധം ഉണ്ടെന്ന് പറയും. ഇസ്രായേൽ ഇതുവരെ ഒരു രാജ്യത്തിൻ്റെ അടുത്തും എന്നും യുദ്ധം ചെയ്യുന്ന രാജ്യം ഒരു രാജ്യത്തെ ആണവായുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുമോ ആണവായുധം ഉണ്ടെന്ന് വരുത്തുന്ന രീതിയിൽ കാര്യങ്ങളോ ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി ഉള്ള രാജ്യവും അല്ലെങ്കിൽ അവരിൽ നിന്നാണ് അമേരിക്ക പോലും അവരെ കൂട്ടുപിടിച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഈ ടെക്നോളജിയാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ സംവിധാനവും സന്നാഹവും ഒക്കെ അവരുടെ കയ്യിലാണെന്നുള്ള കാര്യം പറയാതെ പറയുമ്പോൾ എല്ലാവർക്കും. അപ്പം ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ഏതാണ്ട് ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ രാജ്യം ഇന്നിപ്പം നമ്മളിപ്പോൾ തുടങ്ങുന്നതിന് മുമ്പുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ സൈനിക മേധാവി കൊല്ലപ്പെട്ടു. ഇയാൾ പറഞ്ഞിരിക്കുന്നത് 25 കൊല്ലം കൂടി ഇസ്രായേൽ കാണത്തുള്ളൂ, തീർത്തിരിക്കുമെന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ നേരത്തെ കൊല്ലപ്പെട്ട ഇറാൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഖമേനി നിരന്തരം പറയുന്നത് ഈ രാജ്യം ആണവായുധം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ രാജ്യം ലോകത്തിന് മൊത്തം ത്രെട്ടാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തൊക്കെ പറയുന്നത് ഇന്നെ ഞങ്ങൾ തീർത്തിരിക്കും, അതാണ് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയം. അപ്പം അത് ഇസ്രായേലിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ കരാർ ലോകത്തോട് ഉള്ള കമ്മിറ്റ്മെൻ്റ് അല്ലേ, ആ കരാർ ലംഘനം, അതായത് ആ കരാറിൽ നിന്നുകൊണ്ട് ലോകത്തിൻ്റെ ആനുകൂല്യം പിടിച്ചു പറ്റുകയും കരാർ ലംഘനം രഹസ്യമായിട്ട് നടത്തി, അതായത് ചതിയുടെ രീതിയിൽ അല്ലെങ്കിൽ ലോകത്തിനൊന്നും ത്രട്ടായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. കാരണം ഒരു രാജ്യത്തെ ചൂണ്ടിപ്പറയുക, നിന്നെ ഞങ്ങൾ ഇത്ര കൊല്ലത്തിനകം തീർത്തിരിക്കും. ഇസ്രായേൽ ഇത്രയും അക്രമകാരിയാണെങ്കിലും അവരുടെ അവരുടെ രാജ്യത്തെ നിലനിൽപ്പിന് വേണ്ടി നിൽക്കുന്ന രാജ്യമാണ്, അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്ന രാജ്യമാണ്. പക്ഷേ ഒരു രാജ്യത്തെയും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇറാനെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറയും. റെസ്യൂം ചേഞ്ച് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ഖമേനിയാണ് ഇതിൻ്റെ കാരണം. അതിന് മുമ്പത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, അത് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ കാലമാണ്. ആ കാലത്തിലേക്ക് തിരിച്ചു വരണം, ജനാധിപത്യ സംവിധാനത്തിലേക്ക് വരണം, പുരോഗതിയിലേക്ക് വരണം, പഴയ പേർഷ്യ കൊണ്ടുവരണം. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായിരുന്ന പേർഷ്യ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു രാജ്യത്തെയും ഇല്ലാതാക്കുന്നു പറഞ്ഞു. ഇത് ഈ ഖമേനി ആയിരുന്നല്ലോ ഇതിൻ്റെ പറച്ചിലിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു റെസ്യൂം ചേഞ്ച് ശേഷമാണോ? അപ്പം നമ്മൾ പറയത്തില്ലേ, ഇത് ഇവന്മാർ വരുത്തി വെച്ച പിന്നെ ഇത് അനിവാര്യമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഒരു പരിധിവരെ അത് കറക്റ്റാണ്. കാരണം ഖമേനിയുടെ ഭരണകാലത്താണ് നമുക്കറിയാം അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിനെതിരെ ആക്രമണം ഉണ്ടായത്. ആ സമയത്ത് അമേരിക്കയോട് കൂടി യോജിക്കാൻ വേണ്ടി അന്നത്തെ ബുഷ് ഭരണകൂടത്തോട് അനുഭാവം പ്രകടിപ്പിച്ചവരാണ്. പക്ഷേ അമേരിക്കയ്ക്ക് അറിയാം ഇത് അമേരിക്ക പറയുന്ന പോലെയോ അല്ലെങ്കിൽ ലോകക്രമത്തിനനുസരിച്ചോ ഇറാൻ പോകാൻ തയ്യാറല്ല. താൽക്കാലികമായ ഒരു വെടിനിർത്തൽ എന്ന പോലെ ഒരു അടുപ്പം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരിക്കലും പിന്നീടുള്ള കാലഘട്ടത്തിലൊന്നും ഇറാനുമായിട്ടൊരു സൗഹൃദത്തിൽ പോകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ പല പ്രാവശ്യം ഇറാൻ്റെ കാര്യത്തിൽ പല പ്രസിഡന്റുമാർ മാറി മാറി വരുമ്പോഴും ഈ ചർച്ചകൾക്ക് പിന്തുടർന്നു. അങ്ങ് സൂചിപ്പിച്ച പോലെ ചർച്ചകൾ നിരന്തരം നടന്നിരുന്നു. അല്ലാതെ ഒരു ദിവസം കൊണ്ട് സംഭവിച്ച ഒരു കാര്യമല്ല. പല ആൾക്കാരും പറയുന്നുണ്ട് പെട്ടെന്ന് കയറി ഇസ്രായേലും അമേരിക്കയും കൂടി ആക്രമിച്ചാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. വർഷങ്ങളോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിറ്റാണ്ടുകളോളമുള്ള ചർച്ചകളിൽ
പരിശ്രമത്തിൻ്റെയും ലോക സമാധാനത്തിൻ്റെ ഇപ്പം ഒമാനൊക്കെ വലിയ ഘടകമാണ് അതിൻ്റെ അകത്ത്. ചർച്ചകളിലൊക്കെ ഒമാൻ ഒരുപാട് പ്രാവശ്യം ചർച്ചകൾക്ക് മുൻകൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളും മധ്യസ്ഥം വഹിച്ചിട്ട് പോലും ഇന്നും അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലാതെ അവർ ആണവോർജം അല്ലെങ്കിൽ ആണവ ആയുധം വർദ്ധിപ്പിക്കുവാനുള്ള പരിപാടികളുമായിട്ട് അവരുടെ സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് അനിവാര്യമായ ഒരു അറ്റാക്കായിട്ട് അമേരിക്കയ്ക്ക് മാറുകയാണ്. മാത്രമല്ല ഇസ്രയേലിനെ സൂചിപ്പിച്ചത്, ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ ഒരു പോളിസിയുണ്ട്. അത് ഇന്ത്യയുടെ പോളിസി പോലെയല്ല. മാത്രമല്ല അത് യഹൂദന്മാരുടെ പോളിസിയാണെന്നാണ് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച്. അതായത് അവർ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ തയ്യാറല്ല, പക്ഷെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അതായത് വെറുതെ ഒരു രാജ്യത്തെ കയറി ആക്രമിക്കുകയോ യുദ്ധം ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അവർക്ക് നിലനിൽക്കാൻ ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ മാത്രമേ അവർ കയറി അറ്റാക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കണ്ടാണ് ഇസ്രായേലിനെ പല രാജ്യങ്ങളും ഒരുമിച്ചും കൂട്ടായിട്ടും ഒറ്റയ്ക്കും ഒക്കെ പല പ്രാവശ്യം ഇസ്രായേലിനെ അറ്റാക്ക് വന്നിട്ടുണ്ട്. അതിനെല്ലാം അവർ അതിജീവിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യവും അവരെ സംബന്ധിച്ച് ഇറാനും ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഓരോ പ്രാവശ്യവും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് അവസാനിപ്പിക്കും. അതായത് 25 വർഷം അല്ലെങ്കിൽ 2050 ആകുമ്പം ഇസ്രായേലിന് രാജ്യം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്നും അവർക്ക് എന്നും ഒരു ത്രെട്ടായി നിലനിൽക്കുമെന്നും ഇറാൻ പറയുന്നത് കൊണ്ടാണ് ഇറാനെതിരെ അവർ ഈ രണ്ടും കൽപ്പിച്ച് ഈ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത് യുദ്ധം ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം നിലവിലുണ്ട്. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ഒരു വലിയ അറ്റാക്കാണ്, ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെ കൊടുത്തിട്ടാണ് അവർ യുദ്ധം ആരംഭിച്ചത് തന്നെ. ഇനി വരും ദിവസങ്ങളിൽ അവിടുത്തെ ഭരണം എപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെ അട്ടിമറിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ ജനാധിപത്യ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് വളരെ അത്യന്താപേക്ഷിതമായ കാര്യം. കാരണം ആ രാജ്യത്തെ ജനങ്ങൾക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് അമേരിക്ക എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം വലിയൊരു വിജയമായിട്ട് തന്നെ പറയാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇനിയും ഇതേപോലെയുള്ള ആൾക്കാരാണ് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഭരണത്തിൽ കയറുന്നതെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇസ്രായേലിന് മാത്രമല്ല, മറ്റ് ലോകരാജ്യങ്ങൾക്കും ഇത് ഘട്ടം ഘട്ടമായി ഭീഷണിയാണ്. കാരണം ആണവായുധം കയ്യിലുള്ളത് കൊണ്ടാണ് പല രാജ്യങ്ങളും പലരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ അറിയാം. പാകിസ്ഥാനെ എല്ലാവരും പേടിക്കുന്നതിൻ്റെ ഒരു കാരണം ആണവായുധം അവരുടെ കയ്യിലുള്ളതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ഇറാനും ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഉത്തര കൊറിയ പോലെ ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന രാജ്യമായിട്ട് ഇറാൻ മാറിക്കഴിഞ്ഞാൽ അത് നാളുകളിൽ വലിയ അപകടം സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു അനിവാര്യമായ ഒരു അറ്റാക്ക് ഇപ്പം സംഭവിച്ചത്. അപ്പോൾ ഇതിനകത്ത് സാറ് ഇപ്പം വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞല്ലോ ഈ റെസ്യൂം ചേഞ്ച് എന്നുള്ള കാര്യം വരുന്നുണ്ട്. ഇപ്പോൾ ഖമേനി മാറിയാൽ റെസ്യൂം ചേഞ്ച് ആകുമെന്ന് ആരും ധരിക്കേണ്ട. ഇറാൻ്റെ വാർത്താക്കുറിപ്പാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കാട്ടിൽ അല്ലെങ്കിൽ ഇതൊരു സിസ്റ്റമാണ്. ഇതിനകത്ത് വലിയ വലുപ്പത്തിൽ ആൾക്കാരുണ്ട്. അപ്പം നമ്മളത് പറഞ്ഞു, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇസ്രായേൽ എപ്പോഴും ലോകത്തെ അത്ഭുതപ്പെടുന്നതാണ്. നമ്മൾ ഇന്നലെ വന്ന വാർത്ത നമ്മൾ വൈകിട്ടാണ് യുദ്ധം വന്നത്. പക്ഷേ വെളുപ്പാൻ കാലത്ത് തന്നെ ഖമേനിയെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട 7 പേരെയും കൊന്നിരുന്നു. അതിന് മുമ്പ് 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇത് തന്നെ സംഭവിച്ചത്. വേണ്ടപ്പെട്ടവരെയും അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ടു നടക്കേണ്ടവരെ ആദ്യം അവർ തീർത്തിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പം മരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സൈന്യ മേധാവിയാണ്. നമ്മൾ ഈ ഹമാസിൻ്റെയും അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെയും നോക്കുമ്പോഴും നമ്മൾ അങ്ങനെ ഓരോരുത്തരെ വരുമ്പോഴത്തേനും അവർ ടാർഗറ്റ് ചെയ്ത് അത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് വളരെ അടുക്കും ചിട്ടയും ഉണ്ട്, അല്ലെങ്കിൽ അതേ രീതിയിലാണ് തീർക്കുന്നത്. കാരണം എത്ര ഉണ്ടെങ്കിലും അത് വരുന്നവനെ തീർക്കുമെന്ന് പറഞ്ഞു. അപ്പം റെസ്യൂം ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം തന്നെ മാറണം. അതായത് ഇനി വേറെ ഖമേനിക്ക് പകരക്കാരൻ വരികയോ വേറെ ഇത് വന്നാൽ, ഇപ്പം ട്രൂത്തിനകത്ത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരിച്ചടിക്കും ശക്തമായി ട്രംപ് പറഞ്ഞിരിക്കുന്നു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടിയിരിക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഖമേനിയെക്കാട്ടി അപകടകാരിയാണ് ഇനിയും വരുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പോകുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ഖമേനി ഇത്രയുമാണെങ്കിൽ അതിനെക്കാട്ടി വലിയൊരാൾ ഇതേ സിസ്റ്റത്തിലേക്ക് തിരിച്ച്, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ തന്നെ ഇപ്പോൾ ഒരാൾ മരിച്ചാൽ ആ ഭരണഘടനയും ആ സംവിധാനവും ആയിട്ട് മുന്നോട്ട് പോകുന്നതിനകത്ത് അതിനെക്കാട്ടി വലിയൊരാളെ തലപ്പത്തേക്ക് വന്ന കുഴപ്പമാണ്. അപ്പം മൊത്തത്തിൽ മാറേണ്ടതായിട്ടുണ്ട്. അതായത് ഈ റെസ്യൂം ചേഞ്ചിന് ശേഷം വന്ന ഭരണഘടനയും ആ സിസ്റ്റവും തന്നെ മാറേണ്ടതായിട്ടുണ്ട്. അത് ജനാധിപത്യ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇതൊരു ജനാധിപത്യമല്ലല്ലോ, പേരിനൊരു ജനാധിപത്യം, ഇന്നാൾ മതിയെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വോട്ട് ചെയ്ത് ഉണ്ടാകുന്ന ഒരു രീതിയാണല്ലോ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞായിരിക്കുന്നത്. അല്ലാതെ ഇഷ്ടമുള്ളവന് മത്സരിക്കാനും ഇഷ്ടമുള്ളവന് നേതൃത്വമായിട്ടെടുക്കാനും ഒന്നും നടക്കത്തില്ല. അവരുടെ മതമേലധ്യക്ഷന്മാരോട് തീരുമാനിക്കുന്ന ആളാരൊക്കെ മത്സരിക്കും, 2 പേര്, ആര് വന്നാലും അവരുണ്ടാണ് അവർ പറയുന്നത് തെറ്റുവരുന്നത്. അപ്പം ഇത് ഈ യുദ്ധം 4 ദിവസം കൊണ്ട് തീരുമെന്ന് ഇസ്രായേൽ പറയുന്നെങ്കിലും ആ റെസ്യൂം ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 4 ദിവസം കൊണ്ടോ, അല്ലെങ്കിൽ ട്രംപ് ഉദ്ദേശിക്കുന്ന കാര്യമാണ് നടക്കുന്നത്, ത്രെട്ട് അല്ലെങ്കിൽ ഈ ആണെങ്കിൽ 4 ദിവസം കൊണ്ട് തീരുന്ന ഒരു രീതിയിലല്ലല്ലോ പോകുന്നത്.
അല്ല, ഇതിനകത്ത് പ്രശ്നം ഇത്രയേ ഉള്ളൂ. അതായത് 1979 ശരിക്കും പറഞ്ഞാൽ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് അവിടെ മതാധിപത്യം വരണമെന്ന് അവിടുത്തെ കുറേ ആളുകൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ആയത്തുള്ള അലി ഖമൈനി എന്ന് പറയുന്ന ആൾ അവിടെ ഭരണത്തിലേക്ക് വരുന്നത്. അതിൻ്റെ പിന്നിൽ അമേരിക്കൻ താല്പര്യങ്ങളെ മൊത്തം തകർത്തെറിഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ആ മതാധിപത്യം വന്നതാണ് ഈ കഴിഞ്ഞ ഇത്രയും 3 പതിറ്റാണ്ടായിട്ട് അവിടെ ഭരിക്കുന്നത്. ഈ ഖമൈനിക്ക് കഴിഞ്ഞ ശേഷം ഖമനൈ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഖമനൈ വരുന്ന സമയത്ത് അയത്തുള്ള എന്ന് പറയുന്ന പദവി പോലും ഇല്ലാത്ത ഇയാളെ ആ പദവിയിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ പ്രസിഡന്റിൻ്റെ താല്പര്യമാണ്. അങ്ങനെയുള്ള അടുത്ത് നിന്ന് ഒരു റിജീം ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അമേരിക്ക വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. ഇപ്പോൾ ഒരു ആക്രമണം നടത്തി അയത്തുള്ള അലി ഖമനൈ കൊന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി 1 മാസത്തെ പ്ലാനിങ് CIA നേതൃത്വത്തിൽ നടത്തി. അതായത് ഖമനൈ അവിടെയുണ്ട്, എല്ലാ വെള്ളിയാഴ്ച അല്ല ശനിയാഴ്ച ഇന്ന ദിവസങ്ങളിൽ അദ്ദേഹം അവിടുത്തെ സമൂഹ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തുമ്പോൾ ഖമനൈ ഉണ്ടാകുന്ന ബിൽഡിങ്, അതിന് തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉന്നത നേതാക്കൾ ഉണ്ടാകുന്ന ഒരു ബിൽഡിംഗ്, ഈ 2 ബിൽഡിങ്ങിനെ ഒരേ സമയം ആക്രമിക്കുന്നു. ഒരേ സമയം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മതഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട് അവിടുത്തെ ജനതയിൽ ഒരു വലിയ വിഭാഗം ഇവർക്ക് കൂട്ടുനിൽക്കുന്നു. അവിടെ നിന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് ഈ ആക്രമണത്തിന് ശേഷം ഒരു കാരണവശാലും അയത്തുള്ള അലി ഖമനയുടെ മകനായ മുജ്തബ ഖമനൈ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മുജ്തബ ഖമനൈ വരണമെന്ന് നേരത്തെ തന്നെ ഈ ഖമനൈ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. അതുകൊണ്ട് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു പാവ സർക്കാർ തന്നെ അവിടെ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനാണ് സ്വന്തമായിട്ട് ആണവായുധമുള്ള ഒരു രാജ്യം. മുസ്ലിം രാജ്യം എന്ന നിലയിൽ അവർക്ക് ആണവായുധമുണ്ടെങ്കിൽ ഈ ആണവായുധത്തിൻ്റെ രഹസ്യം ഒരു പക്ഷേ ചോർന്നു പോകാം. അതാണ് നേരത്തെ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിലൊരു കരാർ ഏർപ്പെട്ടത്. അമേരിക്കയുമായി ഏർപ്പെട്ട കരാർ അടിസ്ഥാനത്തിൽ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്ര % യുറേനിയം സമ്പുഷ്ടീകരിക്കാം. പക്ഷേ ഇവർ സമ്പുഷ്ടീകരിച്ച 60% മുകളിലാണ്. എന്ന് വെച്ചാൽ മിനിമം 10 ആണവായുധങ്ങൾ നിർമ്മിക്കാം. ഇതേക്കുറിച്ച് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അന്വേഷണം നടത്തി, പരിശോധന നടത്തി. അവർ ഓരോ തവണയും പരിശോധന നടത്തുമ്പോൾ അവിടെയല്ല യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത്, അത് കൃത്യമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി പോകുന്നു. അതുകൊണ്ടാണ് ഫൊർദാനിലെ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആക്രമണം നടത്തേണ്ടി വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. അതുകൊണ്ട് മതഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടാവുന്ന രീതിയിലേക്ക് ഉള്ള ഒരു ഭരണകൂടത്തെ കൊണ്ട് അവരോധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ പേര് ഈ ഖമനൈ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വലിയ സങ്കടമൊക്കെ പറഞ്ഞ് ഈ അന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഷിയ വിഭാഗക്കാർ പ്രകടനം നടത്തുന്നു. മറുവശത്ത് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഒരു കാലത്ത്, അതായത് 1970 മുമ്പുള്ള കാലത്ത് എങ്ങനെയായിരുന്നു ഇറാൻ, ആ കാലത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരേ സമയം 2 ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അമേരിക്കയും ഇസ്രായേലും തീരുമാനിക്കുന്ന പോലെ ഇനി കാര്യങ്ങൾ നീങ്ങാൻ പറ്റുള്ളൂ. കാരണം കൂടുതൽ ബഹളം വെച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തുർക്കിയുടെ ഭാഗത്തുനിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും വല്ല സഹായം ഇവർക്ക് കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ഒന്നും കിട്ടില്ല. കാരണം ഇറാൻ ആക്രമിച്ചത് മുഴുവൻ സുന്നി രാജ്യങ്ങളെയാണ്. മിഡിൽ ഈസ്റ്റുള്ള ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളെയും ആക്രമിച്ചു. അവിടുത്തെ അമേരിക്കൻ ബേസുകളെയാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒമാനിലെ 2 തുറമുഖത്തെ കൂടി ആക്രമിച്ചു. അപ്പോൾ പിന്നെ മിഡിൽ ഈസ്റ്റിനെ കൂട്ടമായി ആക്രമിക്കുന്ന നിലപാട് ഇറാൻ സ്വീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെ കൈവിടും. പിന്നെ അമേരിക്കയും ഇസ്രായേലും തീരുമാനിക്കുന്ന പോലെ ലോകക്രമം മാറുകയുള്ളൂ. ഇതായിരിക്കും സംഭവിക്കാൻ പോവുക. ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാനെ സംബന്ധിച്ച് കൃത്യമായ ഗൈഡൻസ് ഈ അക്രമകാര്യങ്ങളിൽ ഒന്നും യുദ്ധ നയതന്ത്രം പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ഇപ്പോൾ ഒമാനെതിരെ ഒരു ചെറിയ ആക്രമണം ഉണ്ടായത്. കാരണം ഒമാനെ ഇപ്പോൾ അവരുടെ സാഹചര്യം അനുസരിച്ച് ഒമാനെങ്കിലും, അതായത് നമുക്കറിയാം യുദ്ധത്തിൽ എല്ലാവരും ശത്രുക്കളല്ല, ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ലോകത്ത് എല്ലാവരും അനുകരിക്കുന്ന ഒരു യുദ്ധതന്ത്രമാണ്. കാരണം നമുക്ക് എതിരെ ഇരിക്കുന്നവരെ മുഴുവനും ശത്രുക്കളായി കണ്ടിട്ട് നമുക്ക് ഒരിക്കലും യുദ്ധം ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് കുറേ ആൾക്കാരെ നമ്മുടെ പക്ഷത്ത് നിർത്തുന്നതാണ് യുദ്ധത്തിൻ്റെ വിജയം. അതാണ് നയതന്ത്രം. ആ നയതന്ത്രം പോലും നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം ഇറാൻ ശരിക്കും അതിൻ്റെ പ്രോപ്പർ ഗൈഡൻസിൽ നിന്ന് ഔട്ടായി. അതായത് പ്രോപ്പറായി ഗൈഡൻസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നയതന്ത്രങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനത്തിൽ നിന്ന് ഇറാൻ തകർന്നു പോയി എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പം നമുക്ക് കിട്ടുന്ന ചിത്രം അയത്തുള്ള ഖൊമൈനിയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും വധിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഉള്ള അറ്റാക്ക് നടന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ ഒമാനിലൊക്കെ വരുന്ന അക്രമത്തിൻ്റെ ഒരു കാരണം അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ അവിടെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാവുന്ന ഒരു ലോകോത്തരമായ നയതന്ത്രം അറിയുന്ന ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ നേതാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ എപ്പോൾ ഈ ഒമാനെതിരെ ഒന്നും ആക്രമണം ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറാൻ അമ്പെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും കാര്യമായ ഇടപെടൽ നടത്തുകയും അതേപോലെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളോ ഇറാനിലെ പല ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട്.
അവരുടെ സപ്പോർട്ടോടുകൂടി പുതിയ സർക്കാർ രൂപീകരിക്കുകയും പുതിയ ജനാധിപത്യ സമ്പ്രദായത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പഴയ രാജഭരണത്തിൻ്റെ തുടർച്ചയായിട്ട് കൊണ്ടുവരികയോ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് എപ്പോൾ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും എപ്പോഴത്തെ സാഹചര്യത്തിൽ ലോകവ്യാപകമായ ഒരു ലോകക്രമത്തിന് വിരുദ്ധമായി എപ്പോൾ ഇറാൻ പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ എപ്പോഴത്തെ യുദ്ധം അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ച് വിജയം തന്നെയാണ്. ആ വിജയം ഓരോ സമയം മണിക്കൂറുകൾ കഴിയും തോറും അത് ഇസ്രായേലും അമേരിക്ക ആ വിജയത്തിലേക്ക് അടുക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന സംഭവവാസങ്ങൾ ലോകം സമൂഹം വളരെ ഗൗരവത്തോടെയാണ് നോക്കുന്നത്. ഇപ്പം പാകിസ്ഥാനിലായാലും തുർക്കിയിലായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പം കാശ്മീർ പോലും പ്രകടനം നടന്നു അദ്ദേഹത്തിന് ഷിയ. അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമാണ്. കാരണം അവരുടെ ഒരു മത നേതാവ് മരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും അത് ലോകത്ത് ഉണ്ടാകുന്നതാണ്. അതെല്ലാവർക്കും അതിൻ്റെ അവകാശമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ആത്യന്തികമായിട്ട് ഈ അയത്തുള്ള ഖമീനിയുടെ അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ ഒരു അന്ത്യഘട്ടത്തിലേക്ക് അടുത്തു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്ക് ഈ നിമിഷങ്ങളിൽ ലഭിക്കുന്നത്. അല്ല, വലിയൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ മധ്യസ്ഥ വഹിച്ചത് ഒമാൻ എന്ന് പറയുന്ന രാജ്യമായിരുന്നു. ഈ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തെ ദുഃഖം പോർട്ടിലേക്കാണ് 2 ആക്രമണങ്ങൾ 2 ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നുള്ള വാർത്ത വരുന്നത്. എന്ന് പറഞ്ഞാൽ മധ്യസ്ഥനെ പോലും ആക്രമിക്കുന്ന ഘട്ടത്തിലേക്ക് ഇറാൻ നീങ്ങിയാൽ ഇനി അവർക്ക് മുന്നിൽ ഒന്നും നോക്കാനില്ല. രണ്ടും കൽപ്പിച്ച് ഇറാൻ ഇറങ്ങും. കാരണം അയത്തുള്ള അലി ഖമനേയി അല്ല ഇറാന്റെ അവസ്ഥ പോകണ്ടല്ലോ. അപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. കാരണം അയത്തുള്ള അലി ഖമനേയി ചത്തു. കാരണം അയാളാണ് പരമോന്നത നേതാവ്. ഇനി അവിടെ ഉള്ളത് പെസഷ്കിയാൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റ് മാത്രമാണ്. പ്രസിഡന്റ് എന്ത് നിലപാടെടുക്കുന്നുള്ളത് വളരെ ഗൗരവമാണ്. അപ്പം മധ്യസ്ഥയായിട്ട് നിന്ന് ഒമാനെ ആക്രമിക്കാൻ ഇറാൻ തുനിഞ്ഞിറങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവരുടെ ആക്രമണ വാസന അവസാനിച്ചിട്ടില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് എന്തും ചെയ്യാനായിട്ട് ഇറാൻ ഇറങ്ങി പുറപ്പെട്ടാൽ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത. അതന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ റെസ്യൂം ചേഞ്ച് ഈ സിസ്റ്റമേ മാറ്റിയില്ലെങ്കിൽ, കാരണം ഇതിനെക്കാട്ടി നമ്മൾ പറയത്തില്ലേ പുറത്ത് കണ്ടതിനെക്കാട്ടി വലുതാ വാരത്തിലിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അത് മാറ്റേണ്ടി വരും. അല്ലാതെ ഇതിപ്പം സംഭവിക്കാൻ പോകുന്നത് ഇപ്പം ഇറാനെ സംബന്ധിച്ച് കൃത്യമായ ഡയറക്ഷൻ കൊടുക്കാൻ സംവിധാനമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ കാണുന്നിടത്തേക്ക് എല്ലാം മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത് നമുക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ കൃത്യമായ പോയിന്റ് ഉണ്ട്. ഇപ്പം ഇസ്രായേൽ ആയാലും അമേരിക്ക ആയാലും കൃത്യമായി പോയിന്റ് ചെയ്തിട്ടും അവർ കൃത്യമായ മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് വരച്ചു വെച്ച യുദ്ധതന്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അതനുസരിച്ച് നയതന്ത്രങ്ങൾ അവർ നേരത്തെ രൂപപ്പെടുത്തി കഴിഞ്ഞു. ഓരോന്നിനും ഓരോ സ്റ്റെപ്പ് എങ്ങനെ വരണം, ആ സ്റ്റെപ്പിന് എന്തൊക്കെ എഗനസ്റ്റായി വന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ എന്താണ് വഴികൾ, ഇതെല്ലാം ഒരു പ്ലാൻഡാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാത്ത അവസ്ഥയിലായി. കാരണം അത് പ്ലാൻ ചെയ്യേണ്ടവരും അത് ഗ്രാഫ് വരച്ച് കൃത്യമായി ഗൈഡ് ചെയ്യേണ്ടവരും ഒക്കെ ഇന്ന് ഭൂമുഖത്തില്ല എന്ന്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ ഭൂമുഖത്തില്ല അല്ലെങ്കിൽ അവർ ഒളിവിടങ്ങളിലാണ്. അതായത് അവർക്ക് കമാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ടാണ് ഇറാനിൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.